ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു കൊച്ചു വെടിയാണ്. രാവിലെ എന്നത്തെ പോലെ എന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മോളിപ്പോഴും പിന്നെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിയതിൻ്റെ എല്ലാ ഐറ്റവും ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഒന്നുകൂടി ചെയ്തേക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നും അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെന്താ, പൂരി ഉണ്ടാക്കാം. എളുപ്പപ്പണികൾ മാത്രം പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ വൈകിട്ട് പൂരി ഉണ്ടാക്കാം. രാവിലെ കുറച്ച് പൂരിയും പാക്കറ്റും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അതുണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതുണ്ടാക്കുമായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അവധിയായിരുന്നേ. അപ്പം അവരൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ദക്ഷിണയും കൂടെ ഒരു വാനില കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിതെല്ലാം ഉണ്ടാക്കുന്ന സമയം അമ്പു മിക്കവാറും കാണാറില്ല. അപ്പം അമ്പുവിനെ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കണം, അമ്പുവിനും കൂടെ എല്ലാം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാനില കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെന്താ, ഏട്ടൻ വന്നപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, അറിയുന്നുണ്ട് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല, ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ് ബർഗർ. വൈകിട്ട് വന്നപ്പം ബർഗർ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഉച്ചയ്ക്ക് ഒരു ഫയലിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ അടുത്ത്. അപ്പോൾ വൈകിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബർഗർ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ബർഗർ കാണുമ്പോഴേ എനിക്കെൻ്റെ ഡയറ്റ് ഓർമ്മ വരും. ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാനത് കറി വെക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പരിപാടികളൊക്കെയാണ്. കുട്ടികളും ഏട്ടനോട് മുകളിൽ കളിയായിരുന്നു. പുതിയൊരു കളി കുഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അവർ കളിക്കാൻ പോയ സമയത്ത് ഞാനെന്നാൽ വേഗം കറിയെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഗായ്സ്. പിന്നെന്താ പറയുക, ഇപ്പം ഡിസംബർ മാസമായിട്ട് പോലും ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങൾക്കൊക്കെ മഴയാണോ? ഇവിടെ ഭയങ്കര മഴയാണ്, എപ്പോഴും മഴയാണ്. ഏതാ ഇപ്പം കാലത്തിന് പോലും കാര്യങ്ങൾ ഫുള്ള് കൈവിട്ട അവസ്ഥയാണ്. അതിന് പോലും അറിയത്തില്ല ഏത് മാസം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെന്താ പറയുക, അവരിന്ന് ഭയങ്കര കളിയാണ്. ഫ്രീ ആയിരുന്നോണ്ടേ കുഞ്ഞ് ബുക്കൊക്കെ അടുക്കി എടുത്ത് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, നല്ല ഒന്നാന്തരം തല്ലുപിടുത്തം നടക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഫ്രീ ആണെങ്കിൽ ഒരടിപിടുത്തം നടക്കും. പിന്നെ ഇത് ഇയാൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു സാധനമാണ്, ഒരു മാജിക് പെന്ന്. ഇത് തന്നെ ഇപ്പോൾ പരിപാടി. ഇത് തന്നെ കണ്ടുപിടിക്കുക, തന്നെ ഓർഡർ ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇവൻ എന്ത് കണ്ടുപിടിച്ചാലും കണ്ടുപിടിക്കുന്ന അടിപൊളി സാധനങ്ങളാണ്. 6 പീസ് ഉണ്ടായിരുന്നു. 2 ആളും 3 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലൈറ്റ് ഉള്ളപ്പം നല്ല പ്രകാശത്ത് അത് വെച്ച് വരച്ചാൽ അറിയത്തില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എഴുതിയത് നോക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത് രസമായിരുന്നു. ഇത് ക്ലാസ്സിൽ കൊണ്ടുപോയി, പിറ്റേ ദിവസം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അവരുടെ മിസ് അത് വാങ്ങിച്ചു, ഇത്ര സാധനം കൊണ്ടുവന്നതിന്. പക്ഷേ പിറ്റേ ദിവസം തന്നെ കൊടുത്തു കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി രസമല്ലായിരുന്നോ? അപ്പോൾ വൈകിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് സാധനം വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഏട്ടനും കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാസ്ക്കറ്റ് വേണമെന്നുണ്ട് എനിക്ക്. പാത്രം കഴുകിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേനെ തന്നെ ഇങ്ങനെ വെള്ളം പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ പൈപ്പിൽ നിന്ന് കഴുകുമ്പോഴേ അപ്പം തന്നെ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴത്തേന് അങ്ങനെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഇല്ലേ, അത്രയൊരു സാധനം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ പോയത്. പക്ഷേ സ്ക്വയറൊന്നും അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുമല്ല അതിന് അത്രത്തോളം സ്ഥലക്കുറവായിരുന്നു. സ്ക്വയറിൽ അത്രയും പാത്രങ്ങൾ കൊള്ളത്തില്ല. ഇതാകുമ്പോൾ നല്ല വലുപ്പമുണ്ട്. യെല്ലോ റൗണ്ടാ ഷേപ്പാണ് കിട്ടിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
ഇതായിരുന്നു എടുത്തത്. നല്ല സാധനമായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ ഇതിൻ്റെ ഒന്നുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനതിൻ്റെ വീഡിയോ കാണിക്കാം, പിന്നീട് കാണിക്കാം. പിന്നെന്താ പറയുക, പിന്നെ വൈകിട്ട് ചോറും വൻപയറും മുട്ടത്തോരനും മുട്ട ചിക്കി ഇങ്ങനെ എളുപ്പത്തിന്